അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലർ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് ചതച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനിയാണ് നമ്മളുടെ പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരവരുടെ എരിക്കനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നീട് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ ഗരം മസാല പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മിക്സിങ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ആ പൊടികളൊക്കെ എല്ലായിടവും ഒന്ന് എത്തും. അതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്, ചിക്കൻ പീസ്. എന്നിട്ട് അതും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ അഡീഷണൽ വെള്ളം അങ്ങനൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി പോയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് വരാം. അപ്പം ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നിങ്ങൾ കുക്കർ വെച്ചതിന് ശേഷം ഒറ്റ ഒരു വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവും. നിങ്ങൾ അപ്പം തന്നെ ഇത് പോയി ഓപ്പൺ ആക്കാൻ നോക്കരുത്. കുറച്ച് നേരം ഇരുന്ന് ആവിയൊക്കെ പോയതിന് ശേഷം അതിൻ്റെ ഓപ്പൺ ആക്കി നോക്കിയാൽ നല്ല കുറുകിയ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.